നമസ്കാരം. ഹരി ഓം. നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ദിനാശംസകൾ. ഭഗവാൻ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കഥ പറഞ്ഞു തരട്ടെ, അനുഭവ കഥ. ഞാനൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ പൂജയ്ക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ആദ്യം പൂജ ചെയ്ത അമ്പലമാണ്. അതൊരു ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് അവിടെ എല്ലാവരും ആഘോഷിക്കാറുണ്ട്. ആഘോഷിക്കുക വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് കുട്ടികളെല്ലാവരും കൂടി ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷയാത്ര അവിടേക്ക് വരാറുണ്ട്. അന്നത്തെ വർഷം അവിടെ വന്നിരിക്കുന്നു, അതേക്ക് പറയാൻ പറ്റുള്ളൂ. വർഷം അവിടെ വന്നിരിക്കുന്നു. അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലൊരു ക്ഷേത്രമാണ്, ദേവീ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഇവർ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ആവുന്നേ ഉള്ളൂ. ആ സമയത്ത് പാൽപ്പായസം വെച്ചു. പാൽപ്പായസം വയ്ക്കാൻ അവർ കൊണ്ടുവന്നതാണ്. പാലൊക്കെ കൊണ്ടുവന്നു. ഒരു പാൽപ്പായസം വേണം തിരുമേനി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പാൽപ്പായസമൊക്കെ വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാൽപ്പായസം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഭഗവതിക്കാണ് പാൽപ്പായസം നേർന്നിരിക്കുന്നത്. ആയിക്കോട്ടെ. അപ്പോൾ ഇവരവിടെ ഭജന നടത്തുന്നുണ്ട്. ആ ഭജന നടത്തുന്ന സ്ഥലത്ത് ഇതുപോലെ ഭഗവാന്റെ വിഗ്രഹങ്ങൾ, ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സാധാരണ ഈ മേടിക്കാൻ കിട്ടുന്ന നമുക്ക് വിഗ്രഹങ്ങൾ, അതുപോലെ കുറേ പ്രതിമകളും വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പിൽ എന്നിട്ട് ഇവരിങ്ങനെ ഭജന ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാന്റെ, കൃഷ്ണൻ്റെ, ഹരേ രാമ, അതുപോലെ ഭഗവാന്റേതായിട്ടുള്ള കുറേ നാമങ്ങൾ ഇങ്ങനെ ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ദേവിക്ക് ഉച്ചപൂജയാണ്. ആ പൂജയ്ക്ക് ഭഗവതിക്കാണ് നമ്മൾ പാൽപ്പായസം വയ്ക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ ഭഗവതിക്കുള്ള നേതിയെടുത്ത് പോവുകയാണ്. ഭഗവതിക്കെടുത്ത് നേതിയെടുത്ത് പോകുന്ന സമയത്ത് ഭഗവാൻ അവിടെ നിന്ന് പറയാണ്, എൻ്റെ പിറന്നാളായിട്ട് എനിക്കൊന്നുമില്ലേ എന്നൊരു ചോദ്യം. അപ്പോൾ അതിൻ്റെ കാതിൽ പെട്ടെന്ന് മുഴങ്ങി. അപ്പോൾ അവിടെ ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടൊന്നുമില്ല. ആരും ഇതുവരെ ഭഗവാനെ അല്ലെങ്കിൽ ഒരു പ്രതിമ വെച്ചിട്ട് അതിന് പോയിട്ട് നേദ്യം കൊടുത്തിട്ടൊന്നുമില്ല. അവർക്ക് ഭഗവതിക്ക് പാൽപ്പായസം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കുട്ടികൾക്ക് വിതരണം ചെയ്യണമെന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അന്ന് ഞാനാണ് അവിടുത്തെ മേൽശാന്തിയായിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാനത് കൊടുത്തു കഴിഞ്ഞ വഴിക്ക് വൈശ്യം തൂവാൻ ഇറങ്ങും. വൈശ്യം തൂവാൻ ഇറങ്ങി കഴിഞ്ഞ വഴിക്ക് ഉടനടി ബാക്കിയുള്ള പാൽപ്പായസം മൊത്തെടുത്തിട്ട് ഞാൻ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് കൊടുക്കും. ഭഗവാനെ പരാതി വേണ്ട, എനിക്ക് യഥേഷ്ടം കഴിക്കാൻ പറഞ്ഞു. അവിടെ ഇതുപോലെ ഭഗവാന് പ്രണാഹുതി കഴിച്ച്. അപ്പോൾ ഭഗവാൻ വളരെ സന്തോഷമായി. അതിന് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഭഗവാൻ എന്തൊരു ഇഷ്ടമായി എന്നറിയൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം നടയടച്ചു, ശുദ്ധി ചെയ്ത് വേഗം നടയടച്ചു. എല്ലാവരും നന്നായിട്ട് നാമം ജപിച്ചോളാൻ പറഞ്ഞു. അതിന് ശേഷം നടയടച്ചു. തുറന്നതിന് ശേഷം ആ പാൽപ്പായസം വേഗം കുട്ടികൾക്ക് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു ആകാംക്ഷ, എന്താ തിരുമേനി ഇപ്പോൾ ഇവിടെ ഈ നേദ്യം ഇവിടെ എല്ലാം കൊടുക്കാറ് ദേവിക്കാണ് എന്നുള്ളത് പറഞ്ഞു. കുഴപ്പമില്ല, ഭഗവാൻ എന്നോട് ചോദിച്ചാൽ എനിക്ക് കൊടുക്കാണ്ടിരിക്കാൻ വയ്യല്ലോ, ഞാനല്ലേ വെച്ചത് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവും. അവർക്ക് അത്ഭുതമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാൻ നിങ്ങളിവിടെ നാമം ജപിക്കുമ്പോൾ പറഞ്ഞു ദേവിക്ക് എന്നുണ്ട്, എനിക്ക് ഇന്നല്ലേ ഉള്ളൂ എന്നൊരു ചോദ്യം ഭഗവാനോട് ചോദിച്ചു. എനിക്ക് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ എന്തായാലും ഭഗവാന് കൊടുക്കാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെയാണ് ഞാൻ ഭഗവാന് കൊടുത്തത്. ഇത് ധൈര്യമായിട്ട് കഴിക്കാം, ഭഗവാന് നേരിച്ച് മാത്രമല്ല ദേവിക്ക് നേരിച്ച് നിങ്ങൾക്ക് തരാതെ കുഴപ്പമില്ല. അത് പറഞ്ഞപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. മാത്രമല്ല അന്ന് ഉണ്ടായിരുന്ന ആ ആഘോഷത്തിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ തിരുമേനി പറഞ്ഞിട്ട് അവിടെ ഭഗവാന് പായസം വെച്ചിട്ട് പറഞ്ഞു. പല കുട്ടികളും അവിടെ മറ്റുള്ളവരെ വിളിച്ചിരുത്തുകയാണ്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ആഘോഷം അവിടെ നടന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭഗവാൻ നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ കൃഷ്ണ ജയന്തി ദിവസത്തിൽ നമ്മൾ ഭഗവാനെ നേദ്യം വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ എത്തും. ഇത് സത്യമായുള്ള കാര്യമാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് നാമം ജപിക്കാം. ആർക്കും വളരെ സന്തോഷം.